പ്രതിച്ഛായ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ബി ഉണ്ണികൃഷ്ണൻ, സ്റ്റാറിങ് നിവിൻ പോളി. പിന്നെ കുറേ പേരുണ്ട്. ആൻഡ് ഒറ്റ വാക്കി പറയാനാണെങ്കിൽ ജസ്റ്റ് ആവറേജ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഒന്നാമത്തെ പോസിറ്റീവ് ഈസ് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡാണ്. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഈ ഫിലിമിന് വേണ്ട പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് മ്യൂസിക് ബൈ ജസ്റ്റിൻ വർഗീസ്. പുള്ളിക്കാരനും ചില സീൻസിലൊക്കെ എലവേഷനൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പോസിറ്റീവ് എന്താണെന്ന് പറഞ്ഞാൽ നിവിൻ പോളി തന്നെയാണ്. എനിക്ക് ഈ പടങ്ങൾ ഇതിൻ്റെ ടീസറും ട്രെയിലറും ഒക്കെ കണ്ടപ്പോഴും എനിക്കൊരു വാവ് ഫാക്ടർ ഒന്നും തോന്നിയില്ല. പക്ഷേ എനിക്ക് പൊളിറ്റിക്കൽ ത്രില്ലർ ജോണർ ഭയങ്കര ഇഷ്ടമാണ്. സോ പിന്നെ ഇത് എങ്ങനെയാണ് നിവിൻ പോളി ഇത് പോർട്രേ ചെയ്യുന്നതെന്നുള്ളൊരു ക്യൂരിയോസിറ്റി, അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഡേ പോയത്. ആൻഡ് നിവിൻ പോളി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നിവിൻ പോളിയുടെ ലൈക്ക് ആ ഒരു പവർഫുൾ റോൾ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നു. അടുത്ത പോസിറ്റീവ് പെർഫോമൻസസ് ആണ്. വിഷ്ണു അഗസ്ത്യ, നിശാന്ത് സാഗർ, ബാലചന്ദ്രൻ മേനോൻ, പിന്നെ മണിയമ്പിള്ള രാജു, സായി ഉമർ, എല്ലാവരും കുറേ പേരുണ്ട്. ഒരാളുടെ പേര് ഞാൻ വിട്ടതല്ല, അത് ഞാൻ നെഗറ്റീവ്സിൽ പറയാം. ആൻഡ് ഇവരെല്ലാം ഇവർക്ക് കിട്ടിയ റോൾസ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് കേക്ക് വർക്കാണ് ഈ റോൾസ് എല്ലാം. ആൻഡ് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത പോസിറ്റീവ്സ്, ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൽ ആദ്യത്തെ ഒരു പോർഷൻ ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. പിന്നെ ക്ലൈമാക്സ് ആയപ്പോഴും കൊള്ളാം, രസമുണ്ട് എന്നുള്ളൊരു ഫീല് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഹൈ ഒരു ഹൈ ഫീൽ, ലൈക്ക് പീക്കല്ല എന്നൊരു നല്ലൊരു ഹൈ സ്കിൽ, ഒരു ഇമ്പാക്റ്റ്. അത് നമുക്ക് നെഗറ്റീവ്സിൽ പറയാം. പടത്തിൻ്റെ നെഗറ്റീവ്സിനെ പറ്റി പറയാനാണെങ്കിൽ ഒട്ടുന്നേ ഒരു ഇമ്പാക്റ്റ് ഇല്ലായിരുന്നു. ടോട്ടലി ഒരു നിർവികാരത, ഒരു ഫീലില്ലായിരുന്നു. വെറുതെ ഇങ്ങനെ കണ്ടുപോകാന്ന് ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ല ഒരു ക്യാരക്ടേഴ്സുമായിട്ടും. ഒന്ന് അവർക്ക് എന്തെങ്കിലും ബലംബരോ അല്ലെങ്കിൽ അവർക്കൊരു മാസ് ഈവൻറ്റോ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഈവൻ്റ് ആയിട്ട് നമുക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് സിനിമ കാണുന്നോട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഒരു കണക്ഷൻ ഫീൽ ഉണ്ടായിരുന്നു. അത് ഒട്ടുമേ ഒരു ഇമ്പാക്റ്റ് ഇല്ലാത്ത ആ ഫീല്, അതാണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തോന്നിയത്. സെക്കൻഡ് എൻ്റെ പ്രഡിക്റ്റബിലിറ്റി ഫാക്ടറാണ്. കഥ നമുക്ക് തുടങ്ങി ഒരു 10-20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഇതെങ്ങോട്ടാണ് പോകുന്നതെന്നും പിന്നെ ലാസ്റ്റ് എങ്ങനെ കൊണ്ട് എൻഡ് ചെയ്യുമെന്നും എല്ലാം നമുക്ക് ഭയങ്കര പ്രഡിക്റ്റബിളാണ്. പക്ഷേ ആ പ്രഡിക്റ്റബിലിറ്റി ഫാക്ടർ ഒരു പടിക്ക് മുകളിൽ വരുന്ന എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇത് കണക്റ്റ് ആവുമായിരുന്നെങ്കിൽ നമുക്ക് ഈ പ്രഡിക്റ്റബിലിറ്റി ഫാക്ടർ ഫീൽ ചെയ്യത്തില്ല. ഇത് കണക്റ്റും ആവുന്നില്ല, ഒരു ഇമ്പാക്റ്റും ഫീൽ ചെയ്യുന്നില്ല. അതും നമുക്ക് കഥയെല്ലാം കാണാപ്പാടം പോലെ അറിയുകയും ചെയ്യും. ഇങ്ങനെ ഇരുന്ന് കാണുമോ, വെറുതെ ഇരുന്ന് കാണുന്ന ടൈപ്പ്. തേർഡ് നൈറ്റ് ഷറഫുദ്ദീൻ. എനിക്ക് ഷറഫുദ്ദീൻ എന്ന ആക്ടറിനെ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് പുള്ളിക്കാരൻ എല്ലാ റോൾസും അടിപൊളിയായിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇതിനകത്ത് ഭയങ്കര നാടകീയതയും ഭയങ്കര പിടുത്തം, ലൈക്ക് എന്തോ ഒരു മസിൽ പിടുത്തം, ഒരു എയർ പിടുത്തം, അത് ഭയങ്കര അരോചകമായിട്ട് എനിക്ക് തോന്നി. ഭയങ്കര ഒരു അനോയിങ് ആയിട്ട് എന്തോ ഒരു നാടക ഫീലും, ഒരു ഫ്ലോ ഇല്ല, ഒരു സുഖമില്ല. ഇപ്പോൾ വരത്തനകത്തൊക്കെ ആണെങ്കിൽ പോലും ഭയങ്കര ഒരു വില്ലൻ, ആ റോ വില്ലൻ പുള്ളിക്കാരൻ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തേക്കുന്നത്. പക്ഷേ ഇതിനകത്തൊരു ഒരു ഡ്രാമാറ്റിക് ഫീൽ, ഒരു മാസ് പിടിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, ഒരു വില്ലൻ പരിപാടി പിടിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ആൻഡ് അതാണ് എനിക്ക് നെഗറ്റീവ്സായിട്ട് പറയാനുള്ളത്. ഓവറോൾ എനിക്കൊരു വളരെ ഒരു ആവറേജ് വാച്ച് ഫോർ മീ. ഞാനങ്ങനെ തിയേറ്ററിൽ പോയി എല്ലാവരോടും ഈ ഒരു ജോണർ ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ കണ്ടോക്കെ, ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ആൻഡ് ഫോർ മീ ഇറ്റ്സ് എ ആവറേജ് വാച്ച്. കണ്ടവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാം. ആൻഡ് ദിസ് ഇസ് മൈ റിവ്യൂ. താങ്ക് യു.